ഹലോ എവരിവൺ. ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി കാര്യം ഡിസ്കസ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ചാനലായ കരിയർ സ്പോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കീം 2021 അപേക്ഷാ സമർപ്പണത്തിനെ സംബന്ധിച്ചാണ്. കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി പ്രവേശന പരീക്ഷാ കമ്മീഷണർ അപേക്ഷ ക്ഷണിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 2021 കീം പ്രോസ്പെക്ടസും നോട്ടിഫിക്കേഷനും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പ്രോസ്പെക്ടസും നോട്ടിഫിക്കേഷനും എത്ര പ്രാവശ്യം വായിച്ചാലും വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും സംശയങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഈ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ റിലീസ് ചെയ്യുന്നത്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം 4 സ്ട്രീമിലേക്കാണ് എൻട്രൻസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 39 കോഴ്സുകൾ ഉള്ള എൻജിനീയറിംഗ് സ്ട്രീമിലേക്കും 14 കോഴ്സുകളുള്ള മെഡിക്കൽ സ്ട്രീമിലേക്കും BArch, ഫാർമസി തുടങ്ങിയ 2 കോഴ്സുകളിലേക്കുമായിട്ട് ഏതാണ്ട് 55ഓളം കോഴ്സുകളിന് വേണ്ടിയാണ് എൻട്രൻസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 55 കോഴ്സുകളിലേക്ക് വേണ്ടിയും ഒരേ ഒരു ആപ്ലിക്കേഷൻ മാത്രം സമർപ്പിച്ചാൽ മതിയാവും. 4 സ്ട്രീമും ഇഷ്ടമുണ്ടെങ്കിൽ ഈ 4 സ്ട്രീമും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് അഡ്മിഷന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതല്ല മെഡിക്കൽ സ്ട്രീം മാത്രമാണ് താല്പര്യമെങ്കിൽ മെഡിക്കൽ സ്ട്രീം മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് മെഡിക്കൽ സ്ട്രീമിലെ കോഴ്സിൽ ശ്രമിക്കാം. അതല്ല ആർക്കിടെക്ചർ മാത്രമാണ് താല്പര്യമെങ്കിൽ ആർക്കിടെക്ചർ മാത്രം സെലക്ട് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളിലോട്ട് നീങ്ങുക. ഇത്രയുമാണ് അതിനകത്ത് ആധികാരികമായിട്ട് പറയാനുള്ളത്. ഇനി കീം അപേക്ഷ സമർപ്പിക്കുന്നത് 5 സ്റ്റേജുകളാണുള്ളത്. നമ്പർ 1 രജിസ്ട്രേഷനാണ്. നമ്പർ 2 ഫിൽ ആപ്ലിക്കേഷൻ ഫോംസാണ്. നമ്പർ 3 പേയ്മെൻറ്റ് ഓഫ് ഫീസാണ്. നമ്പർ 4 അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. ആൻഡ് നമ്പർ 5 ടേക്ക് പ്രിൻ്റ് ഔട്ട് ഓഫ് ദ കൺഫർമേഷൻ പേജ്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റേജിലോട്ട് ഞാൻ വരാം. രജിസ്ട്രേഷൻ ആണ്. വളരെ സിമ്പിൾ ഒരു പ്രോസസ്സാണ്. വിദ്യാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, വിദ്യാർത്ഥിയുടെ പേര്, വിദ്യാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു OTP വരുന്നതും ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ഒരു സ്ക്രീനിൽ നമുക്ക് ഒരു അപേക്ഷ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ എൻട്രൻസ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ അപേക്ഷ നമ്പർ നമ്മൾ നോട്ട് ചെയ്യുക. അതോടുകൂടി രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫിൽ ആപ്ലിക്കേഷൻസ് ആണ്. വിദ്യാർത്ഥിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റ് ഡീറ്റെയിൽസും കൊടുത്തതോടുകൂടി ഫിൽ ആപ്ലിക്കേഷൻ ഫോംസിൻ്റെ ആ പ്രോസസ്സും കഴിയും. എല്ലാം സിമ്പിൾ ഫോർമാലിറ്റീസ് ആണ് ഉള്ളത്. ഇനി മൂന്നാമത് ഉള്ള സ്റ്റേജ് പേയ്മെൻറ്റ് ഓഫ് ഫീസാണ്. അതിൽ നമ്മൾ മൊത്തം സെലക്ട് ചെയ്യുകയാണെങ്കിൽ 900 റുപ്പീസും, അതല്ല നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഫീസ് എത്രയാണെന്ന് നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നതും അതനുസരിച്ച് ആ ഫീസ് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഈ ചെല്ലാൻ വഴിയോ സമർപ്പിക്കുക, പേയ്മെൻറ്റ് നടത്തി നമുക്ക് അഡ്മിഷൻ ഇതിൻ്റെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നാലാമതായിട്ട് പറയുന്നത് അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഏറ്റവും കൂടുതൽ സംശയങ്ങളുള്ളതും ഉള്ള ഒരു ടോപ്പിക്കാണ് അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. അതുകൊണ്ട് ആ ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ഈ സൗകര്യത്തിന് വേണ്ടി ഇതിനകത്ത് അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സിനെ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് പ്രൈമറി ഡോക്യുമെൻറ്റ്സ് എന്നും മറ്റൊന്ന് സെക്കൻഡറി ഡോക്യുമെൻറ്റ്സ് എന്നും. പ്രൈമറി ഡോക്യുമെൻറ്റ്സിനെ മാൻഡേറ്ററി ഡോക്യുമെൻ്റ് എന്നും സെക്കൻഡറി ഡോക്യുമെൻറ്റ്സിനെ ഓപ്ഷണൽ ഡോക്യുമെൻറ്റ്സ് എന്നും ഞാൻ വിളിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് പ്രൈമറി ഡോക്യുമെൻറ്റ്സ്, അതായത് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ്, അത്യാവശ്യമായിട്ട് നൽകേണ്ടുന്ന ഡോക്യുമെൻറ്റ്സിനെയാണ് പ്രൈമറി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. 1/6/2021 CEയുടെ പ്രവേശന പരീക്ഷാ കമ്മീഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം 21 ഈ മാസം 21-ാം തീയതിക്കകം അപ്ലോഡ് ചെയ്യേണ്ടുന്ന ഇമേജസും സർട്ടിഫിക്കറ്റ്സിനെയാണ് ഞാൻ പ്രൈമറി ഡോക്യുമെൻറ്റ്സ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്.
അതിൽ നമ്പർ 1 ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഫോട്ടോ ഓഫ് ദ കാൻഡിഡേറ്റ് ആണ്. നമ്പർ 2 സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് ആണ്. നമ്പർ 3 ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. നമ്പർ 4 നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ്. ഇത് 4 അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രൈമറി ഡോക്യുമെൻ്റ്, അതായത് മാൻഡേറ്ററി ഡോക്യുമെൻ്റ് കഴിയുന്നതും ആയിരിക്കും. ഇനി ഇതോടൊപ്പം തന്നെ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ ഫോട്ടോ ആണ്. ഫോട്ടോയിൽ കുട്ടിയുടെ പേരോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത ഡേറ്റോ ഉണ്ടാകാൻ പാടില്ല. ചില കുട്ടികൾ ഒരുപക്ഷെ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ കുട്ടിയുടെ പേരോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത ഡേറ്റോ ഉണ്ട്, ആ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വേണം എന്ന് നിർബന്ധമില്ല, വേണ്ട എന്നുള്ളതാണ് അതിനകത്ത് എൻട്രൻസ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. 4 ഫോർമാറ്റ് JPG ഫോർമാറ്റിലുള്ളതായിരിക്കണം ഈ ഫോട്ടോയും സിഗ്നേച്ചറും. അതുപോലെ ഡയമെൻഷൻ 150 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റുമായിരിക്കണം ഫോട്ടോയുടെ വേണ്ടുന്നത്. ഇനി സൈസ് എന്ന് പറഞ്ഞാൽ 15 KB-ക്കും 100 KB-ക്കും ഇടയിലായിരിക്കണം. ഇത്രയുമാണ് ഫോട്ടോയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻറ്റ് നോക്കാം. വളരെ ക്ലിയറായിട്ട് വെള്ള പേപ്പറിനകത്ത് കുട്ടി ഒപ്പിട്ടിരിക്കണം. അതോടെ തന്നെ JPG ഫോർമാറ്റിലും ആയിരിക്കണം. ഇനി ഡയമെൻഷൻ 150 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റും ഉണ്ടായിരിക്കണം. സൈസ് 10 KB മുതൽ 100 KB വരെ ആകാം. അപ്പം ഇത് 2 സൈസായി, അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനായി. അപ്പം ഇതോടുകൂടി ഇത് രണ്ടും അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി പ്രൈമറി ഡോക്യുമെൻറ്റ്സിന് 2 സർട്ടിഫിക്കറ്റ്സിൻ്റെ അപ്ലോഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് 2 ഡോക്യുമെൻറ്റ്സാണ്. അത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തും മറ്റൊന്ന് പ്രൂഫ് ഓഫ് നേറ്റിവിറ്റിയുമാണ്. നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു സെഷനിൽ വരുമ്പോൾ 12 കോളംസാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. നമ്പർ 1 പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി. ഈ 2 ഒരു ചുമന്ന സ്റ്റാർ കാണും, അത് മസ്റ്റ് ആൻഡ് മാൻഡേറ്ററി ആണ്, അത്യാവശ്യമാണുള്ളത്. ഇനി പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് നോക്കാം. മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിലും അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ആദ്യ കോളത്തിൽ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനി ഉള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് PDF ഫോർമാറ്റിലാണ്. ഇതിനു മുമ്പ് പറഞ്ഞത് JPG ഫോർമാറ്റിലാണ്. സിഗ്നേച്ചറും ഫോട്ടോയും ഉള്ള ഫോർമാറ്റ് JPG ഫോർമാറ്റാണ്. ഇനി വരുന്ന ഡോക്യുമെൻറ്റ്സാണ്, ആ ഡോക്യുമെൻറ്റ്സ് PDF ഫോർമാറ്റാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 KB മുതൽ 500 KB വരെ ആകാം അതിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സർട്ടിഫിക്കറ്റ്സ് PDF ഫോർമാറ്റിലുള്ളതായിരിക്കണമെന്ന് സൈസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത് ഉള്ളത് പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി ആണ്. നേറ്റിവിറ്റി കേരളീയനാണ് എന്ന് തെളിയിക്കുന്ന, കേരളത്തിൽ ജനിച്ച ഒരു സർട്ടിഫിക്കറ്റാണ് ആവശ്യമുള്ളത്. ആ സർട്ടിഫിക്കറ്റ് ബർത്ത് ആണ് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കുട്ടിയുടെ പേര്, ജനന തീയതി, ജനിച്ച സ്ഥലം, മാതാവിൻ്റെ പേര്, പിതാവിൻ്റെ പേര്, അതുപോലെ തന്നെ പേരൻസിൻ്റെ അഡ്രസ്സ്, ഒരു രജിസ്ട്രേഷൻ നമ്പർ എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുപോലെ നേറ്റിവിറ്റി ഉള്ളത് കൊണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിലും പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് കോളത്തിലും പ്രൂഫ് ഓഫ് നേറ്റിവിറ്റിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാവുന്നതായിരിക്കും. ഇനി അതല്ലെങ്കിൽ കേരള സ്റ്റേറ്റിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് 10th സർട്ടിഫിക്കറ്റിനകത്ത് ഫ്രണ്ട് പേജിൽ തന്നെ അതിനകത്ത് പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള SSLC ബുക്കാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഈ 2 കോളം നമ്പർ 1 ആൻഡ് നമ്പർ 2 പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തിനും പ്രൂഫ് ഓഫ് നേറ്റിവിറ്റിക്കും എന്ത് ചെയ്താൽ മതിയാകും? അത് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും മതിയാകും. ഇനി അതല്ല, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പ്രത്യേകം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും കുഴപ്പമില്ല. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ളതുകൊണ്ട് ഏത് വർഷം വാങ്ങിച്ചതാണെങ്കിലും അത് അപ്ലോഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇതോടുകൂടി പ്രൈമറി ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു.
ഇതിന് അനുവദിച്ചിരിക്കുന്ന തീയതിയാണ് 21/6/2021 വരെയാണ്. 31/5/2001 പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം 21/6/2021 വരെയാണ്. അപ്പോൾ പ്രൈമറി ഡോക്യുമെൻറ്റ്സ് കഴിഞ്ഞു, നിങ്ങൾ കീമിന് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡറി ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിൽ നോക്കാം. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള കോളം 3 മുതൽ 12 വരെ പരിശോധിച്ചാൽ കോളം നമ്പർ 3 നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EW സർട്ടിഫിക്കറ്റ് എന്നുള്ള ഐറ്റം കാണാൻ പറ്റും. അതുപോലെ തന്നെ കോളം നമ്പർ 5 ഇൻകം സർട്ടിഫിക്കറ്റ്, കോളം നമ്പർ 11 മൈനോറിറ്റി കോട്ട സീറ്റ് ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ഓൺലി എന്ന് കാണാൻ പറ്റും. ഇനി കോളം നമ്പർ 12 ഏറ്റവും ലാസ്റ്റ് കോളത്തിനകത്ത് ഡോക്യുമെൻറ്റ്സ് ഫോർ NRI കോട്ട ക്ലൈം ഫോർ MBBS BDS കോഴ്സ് എന്ന് കാണാൻ പറ്റും. മറ്റ് കോളംസ് എല്ലാം തന്നെ സ്പെഷ്യൽ റിസർവേഷനിലുള്ളതിനാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ബാധകമല്ലാത്തതിനാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി 12ാമത് കോളം പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഫോർ NRI കോട്ട സീറ്റ്സ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി അതല്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സ് വഴിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ നമ്പറിലോ ബന്ധപ്പെട്ടാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് ഈ മാസം 21-ാം തീയതിക്കകം ഈ പ്രൈമറി ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തവർക്ക് മാത്രമാണ് സെക്കൻഡറി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരമുള്ളത്. ഇനി ഒരു രജിസ്ട്രേഷനും ചെയ്തില്ല, 31-ാം തീയതി വരെ സമയമുണ്ടെന്നും പറഞ്ഞിരുന്ന് 21-ന് ശേഷം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് അനുസരിച്ച് അത് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് 21-ാം തീയതിക്കാവും വെച്ച് ഈ പറഞ്ഞ ഇത്രയും ഡോക്യുമെൻറ്റ്സ്, പ്രൈമറി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തവർക്ക് മാത്രമേ ഈ സെക്കൻഡറി ഡോക്യുമെൻറ്റ്സ് ആയ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുകയുള്ളൂ. ഇനി സെക്കൻഡറി ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് പരിശോധിക്കുക. മാൻഡേറ്ററി റിസർവേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകളാണ് സെക്കൻഡറി സർട്ടിഫിക്കറ്റ്സ്. ഇനി റിസർവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. SC BC സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസുള്ള റിസർവേഷൻ ഉണ്ട്. OEC അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസുള്ള റിസർവേഷൻസ് ഉണ്ട്. SC ST ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബുള്ള റിസർവേഷൻസ് ഉണ്ട്. SC BC പെട്ടവർ ഈഴവയ്ക്ക് 9% റിസർവേഷൻ ഉണ്ട്. മുസ്ലിംസ് 8% റിസർവേഷൻ ഉണ്ട്. ബാക്ക്വേർഡ് ഹിന്ദു 3% റിസർവേഷൻ ഉണ്ട്. ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് 3% റിസർവേഷൻ ഉണ്ട്. ധീവര 2% റിസർവേഷൻ ഉണ്ട്. VK വിശ്വകർമ്മ 2% റിസർവേഷൻസ് ഉണ്ട്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, കുടുംബി, പോഷവൻ ഇവർക്ക് 1% റിസർവേഷൻസ്. അങ്ങനെ 30% റിസർവേഷൻസ് ഈ 9 കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഉണ്ട്. മാൻഡേറ്ററി റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, SC BC എന്താണ്, OBC എന്താണ്? പക്ഷെ പലർക്കും അത് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് അത് ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. OBC SC BC എന്ന് പറഞ്ഞാൽ കളക്ഷൻ, ഈ OBC പെട്ട വിഭാഗങ്ങളെല്ലാം കളക്റ്റീവായിട്ട് പറയുമ്പോൾ SC BC ഗണത്തിൽപ്പെടുന്നു എന്ന് പറയാം. ഇൻഡിവിജ്വലായിട്ട് പറയുകയാണെങ്കിൽ അത് OBC എന്ന് പറയാം. ഈഴവ OBC ആണ്, മുസ്ലിംസ് OBC ആണ്, ബാക്ക്വേർഡ് ഹിന്ദു OBC ആണ്. അതൊക്കെ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് പറയുകയാണെങ്കിൽ OBC കാറ്റഗറിയും. ഇത് കളക്റ്റീവായിട്ട് ഈ 9 കാറ്റഗറിയെ കളക്റ്റീവായിട്ട് പറയുമ്പോൾ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയും. അതിനെക്കുറിച്ചുള്ള OBCയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസ് പേജ് നമ്പർ 94 അനക്സർ 11 കൊടുത്തിട്ടുണ്ട്. അതുപോലെ OEC അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ് 10A അനക്സർ 10A 93 പേജിലും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. SC ST പേജ് നമ്പർ 91 and 92 അനക്സർ നമ്പർ 8 and 9 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന കോളത്തിൽ 3 വരാം. കോളം 3 പറഞ്ഞിരിക്കുന്നത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഓർ EWS സർട്ടിഫിക്കറ്റ് എന്നാണ്. ആദ്യമേ EW സർട്ടിഫിക്കറ്റിലോട്ട് വരാം. EW സർട്ടിഫിക്കറ്റ് എന്താണ്, എന്തിനു വേണ്ടിയുള്ളതാണ്, എവിടെ നിന്ന് വാങ്ങി വായിക്കണം? അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഒരു റിസർവേഷനും ഇല്ല എന്ന് നമുക്കറിയാം. ജാതിയിൽ മുന്നോക്കമാണെങ്കിലും ഫോർവേഡ് കാസ്റ്റ് ആണെങ്കിലും എക്കണോമിക്കലി അവർ പിന്നോക്കമായിരിക്കും. അങ്ങനെയുള്ള വിഭാഗത്തിന് ഗവൺമെൻറ് കോളേജുകളിൽ
10% സീറ്റ് റിസർവേഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം മുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഈ 10% സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടതാണ്. ഇനി എന്തൊക്കെ കൺസ്ട്രെയിൻ്റ് ആണ് EWS സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനുള്ളത്? നമ്പർ 1, കുടുംബ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. നമ്പർ 2, അതിനകത്തുള്ള വസ്തുവിൻ്റെ പരിധിയാണ് പഞ്ചായത്തിലാണെങ്കിൽ 2.5 ഏക്കറിൽ താഴെയും, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 75 സെൻറ്റ് താഴെയും, കോർപ്പറേഷനിലാണെങ്കിൽ 50 സെൻറ്റ് താഴെയും ഉള്ളവരും 4 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്കും ഈ EWS സർട്ടിഫിക്കറ്റിന് അർഹത ലഭിക്കുന്നതാണ്. അങ്ങനെ ഉള്ളവർ EWS സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഗവൺമെൻറ് കോളേജുകളിൽ 10% വരുന്ന EWS സീറ്റിലേക്ക് അവർ പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഒരു സംശയമുണ്ടാകും, വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന സ്റ്റേറ്റ് ഗവൺമെൻറ് ആ ഒരു കൺസ്ട്രെയിൻറ്റ് വെച്ചിട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ വീടുണ്ടായിരിക്കണം. അത് ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനകത്ത് അങ്ങനെ ഒരു കൺസ്ട്രെയിൻറ്റ് ഇല്ല. ഓക്കെ, ഇനി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം. മിക്കവാറും എല്ലാവർക്കും പിടികിട്ടാതെ കിടക്കുന്ന ഒരു കാര്യമാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. അത് ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ക്രിമിലെയർ എന്നും നോൺ ക്രിമിലെയർ എന്നും 2 വാക്കുകളുണ്ട്. ക്രിമിലെയർ എന്ന് വെച്ചാൽ മേൽത്തട്ടെന്നും, നോൺ ക്രിമിലെയർ എന്നാൽ മേൽത്തട്ട് അല്ലാത്തവരുമെന്നും. ക്രിമിലെയർ വിഭാഗത്തിൽപ്പെട്ടവർ, അതായത് മേൽത്തട്ടിൽപ്പെട്ടവർ ആരൊക്കെയാണെന്ന് സെൻട്രൽ ഗവൺമെൻറ് GOയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലാസ് 1 ഓഫീസേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്മാരുണ്ട്, ഫിലിം സ്റ്റാർ ഉണ്ട്, അതുപോലെ ജുഡീഷ്യറിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കുറേ ഏറെ വിഭാഗത്തിൽപ്പെട്ടവരെ അക്കമിട്ട് എണ്ണി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് പിന്നെ ക്രിമിലെയർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം നോൺ ക്രിമിലെയറാണ്. SCBC സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് പെട്ടവർ, ഇത് നോൺ ക്രിമിലെയർ ആയിട്ടുള്ളവർ, അവർക്ക് മാൻഡേറ്ററി റിസർവേഷൻസ് നേരത്തെ സൂചിപ്പിച്ചത് ലഭിക്കുന്നതിന് വേണ്ടി നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങുകയും അത് പിന്നെ നമ്മുടെ ഹോം പേജിൽ കയറി ആ ഒരു 3ാമത്തെ കോളത്തിനകത്ത് അത് അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. SC ST വിഭാഗത്തിൽപ്പെട്ടവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ല അപ്ലോഡ് ചെയ്യേണ്ടത്, അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് തഹസീൽദാരുടെ കയ്യിൽ നിന്നുള്ളതാണ്. OEC വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നുമാണ്. ഇനി നമുക്ക് 5ാമത് കോളത്തിലോട്ട് പോകാം. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കോളമാണ്. ഇൻകം സർട്ടിഫിക്കറ്റാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. SCBC വിഭാഗത്തിൽപ്പെട്ടവരും OEC വിഭാഗത്തിൽപ്പെട്ടവരും വില്ലേജ് ഓഫീസറിൽ നിന്നും ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങി 5ാമത് കോളത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടുന്നതാണ്. ഇൻകം സർട്ടിഫിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ്, ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവരുടെ കുട്ടികളുടെ കുടുംബ വാർഷിക വരുമാനം ലോ ഇൻകം ആണെങ്കിൽ അവർക്ക് ഈ അനുവദിച്ച ടൈമിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ അതിൻ്റേതായ കുറേ നേട്ടങ്ങൾ അവർക്കുണ്ടാകും. അതായത് വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്നതിന് ഫാമിലി ഇൻകമാണ് കൺസ്ട്രെയിൻ്റാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ അർഹതയുണ്ട്. ലോ ഇൻകം ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് അനുവദിച്ചിരുന്ന ഫീസ് ഇളവുകൾ കിട്ടാനുള്ള അവസരമുണ്ട്. FWS ഫീ വേവർ സ്കീം, AICTയുടെ ഒരു സ്കീമാണ് ഫീ വേവർ സ്കീം. അതിൽ പരിഗണിക്കണമെങ്കിലും ഈ ഇൻകം സർട്ടിഫിക്കറ്റ് നൽകണം. ലോ ഇൻകം ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. പക്ഷേ അവർ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ടൈമിൽ മാത്രമാണ് അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം നൽകുകയുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കോളത്തിനകത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കോളം നമ്പർ 11ലേക്ക് പോകാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലൈം ഫോർ മൈനോറിറ്റി കോട്ട മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ഓൺലി ഇൻ വേരിയസ് കോഴ്സസ് ആണ്. ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും മാത്രം പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ MBBSന് കുറച്ച് സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് ലഭിക്കുന്നതിന് അതാത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ക്രിസ്ത്യൻസിന് AC എന്ന ക്രിസ്ത്യൻസ് എന്ന കാറ്റഗറിയിലും മുസ്ലിംസ് മുസ്ലിം മൈനോറിറ്റി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രത്യേകമായിട്ട് അവർക്ക് നടത്തുന്നതാണ്. അതിൽ OBC SC BC വിഭാഗത്തിൽപ്പെട്ടവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാസ്റ്റ്
രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ആ ആ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഈ 11ാമത്തെ കോളത്തിൽ കൂടി അപ്ലോഡ് ചെയ്താൽ അവർ ആ ഒരു കാറ്റഗറിയിൽ പരിഗണിക്കുന്നതാണ്. പക്ഷേ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൽ പെടാത്തവർ അവർ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ 11ാമത്തെ കോളത്തിൽ അപ്ലോഡ് ചെയ്താൽ അവർക്ക് ഇതിനുള്ള എലിജിബിലിറ്റി ലഭിക്കുന്നതായിരിക്കും. ഇനി ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വളരെ വളരെ അത്യാവശ്യമായി ശ്രദ്ധിക്കാനുള്ളതാണ്, പലർക്കും തെറ്റുപറ്റുന്നതാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് ആയാലും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആയാലും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റിന് മുകളിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള പറഞ്ഞിരിക്കും. അത് ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുത്തിരിക്കും. അത് തന്നെയാണോ ഉള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് പകരം സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് എന്നോ സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് എന്നോ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നോ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യരുത്. കാരണം രണ്ടസ് കമ്മീഷൻ റിജക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വില്ലേജ് ഓഫീസിൽ ചെന്ന് തിരുത്തി പുതിയ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് കാണിച്ചതിന് ശേഷം മാത്രം അത് അപ്ലോഡ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.